കേരളത്തിൽ എല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞ് ഭരണത്തിൽ കയറിയല്ല. ഇപ്പൊ എല്ലാം ശരിയായി കിടക്കുക. ഇവനെന്താ പറഞ്ഞറിയോ? ഇപ്പൊ റേഷൻ ഷാപ്പിൽ അരിയില്ല. ഇവനെന്താ ഇതിന്റെ ബോർഡ് കണ്ടില്ലെങ്കിൽ 5 കൊല്ലം ബലർത്തനവ് എന്താന്ന് അറിയില്ലാന്ന് പറഞ്ഞ് 5 കൊല്ലം ബലർത്തനവ് അറിയാം. റേഷൻ ഷാപ്പിന് സാധനമാണോ ബല അറിയണമെങ്കിൽ? ബല അറിയാതെ എങ്ങനെ സാധനം ചെയ്യാതെ എങ്ങനെ ബല അറിയാം? ഇവര് കണ്ടില്ലെങ്കിൽ പെൻഷൻ കൊടുത്ത് എടാ ഈ നമ്മൾ ഭരിച്ചുമ്പോ ഈ രാജ്യത്ത് സമ്പൂർണ്ണ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാന ആർക്കെങ്കിലും പെൻഷൻ കിട്ടാത്തണ്ടോ? വിധവകൾക്ക് മുഴുവൻ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ മുഴുവൻ ആളുകൾക്കും പെൻഷൻ കൊടുത്ത് 1200, 800, 1500 രൂപ വരെ പെൻഷൻ കൊടുത്തില്ലേ? ഇവന് ഭരണത്ത് വന്നപ്പോ എന്താ ചെയ്താരിയോ? പെൻഷൻ ഒക്കെ പാടെ ഏകീകരിച്ച് ഒക്കെപ്പാട് 1000 റുപ്യാക്കി. ഇവന് ഭരണത്ത് വന്ന പിറ്റേന്ന് കണ്ടിനങ്ങള് പിറ്റേ ദിവസം പിറ്റത്തെ ആഴ്ച തന്നെ എല്ലാവർക്കും പെൻഷൻ. ആര്? ഡിവൈഎഫ്ഐക്കാരനും പോസ്റ്റ്മാനും ഇങ്ങനെ കൊണ്ടേ കൊടുക്കുക. എല്ലാവരുടെ പേരേലും പെൻഷൻ ഓടുന്നിടത്ത് കൊണ്ടേ കൊടുക്കടാ. ഏത് ബാപ്പുണ്ടാക്കിയ പൈസ അറിയോ? ഉമ്മൻചാണ്ടി ഖജനാവിന് ബാക്കി വെച്ച പൈസ. ആ പൈസ എടുത്തിട്ട് പിറ്റത്തെ ആഴ്ച എല്ലാവർക്കും കൊണ്ടേ കൊടുക്കണേ. അല്ലാതെ നിങ്ങൾ നയിച്ചു തുടങ്ങിയിട്ട് 11 മാസമായി ആർക്കെങ്കിലും പെൻഷൻ കിട്ടിയല്ലോ? പഞ്ചായത്ത് മെമ്പർമാരോട് ചോദിച്ചോക്കി. 1 ഉറുപ്പ്യ ഒരാൾക്കും പെൻഷൻ കിട്ടിയിട്ടില്ല. എന്നിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പെൻഷൻ കൊടുത്തിട്ട് എല്ലാവർക്കും ഫോട്ടോ എല്ലാം ശരിയായി തുടങ്ങി. ആരറിയോ? പെൻഷൻ മേങ്ങിട്ട് മുസ്ലിമുള്ളവർക്കൊക്കെ മുസ്ലിം ആളുകൾ തൊപ്പിട്ട ആളുകൾ പെൻഷൻ മേങ്ങി സീറ്റും ബദറിക്കണ ഇങ്ങനെ എല്ലാം ശരിയായി തുടങ്ങി. ഫോട്ടോ ഇവര് വെക്കുക. അതുപോലെ കണ്ടു നിങ്ങൾ മുസ്ലിം സ്ത്രീകളെ ഫോട്ടോ. ബേസ എന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഈ മക്കനെയും പച്ചക്കാച്ചി തുണിയൊക്കെ എടുത്ത മുസ്ലിം സ്ത്രീകൾ ബരമ്പത്തുമ്പോ കൂടെ എങ്ങനെ പെൻഷൻ മേങ്ങി എല്ലാം ശരിയായി തുടങ്ങിയാന്ന് ഫോട്ടോ. എവിടുന്ന് കിട്ടിയാടോ ഈ ഫോട്ടോ? അല്ലാതെ തന്നെ ബരമ്പത്തുമ്പോ കൂടെ നടന്ന മെൻഷൻ കെട്ടിമറിഞ്ഞു പോകും. ഇന്നൊക്കെ ഓടുന്ന ഈ ഫോട്ടോ കിട്ടുന്നത്. സദ്ദാം ഹുസൈൻ വരെ പെൻഷൻ മേങ്ങണ ഫോട്ടോ വെച്ചിന് മുസ്ലിമുകളിലോട്ട്. ഇവര് ചേളാരി ഫോട്ടോ വെച്ചാൽ ചേളാരി ഇവര് ആരെ ഫോട്ടോ വെച്ചേ? ഡിവൈഎഫ്ഐക്ക് നേരത്താൻ പറഞ്ഞില്ല ഇവർക്ക് ആളെ തിരിയോ? ഇവര് ഗൂഗിളിൽ കയറിയാണ്ട് നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടേ ഇവരെന്താ ചെയ്തറിയോ? മുസ്ലിമുകളിലോട്ടേക്ക് നല്ലൊരു ഫോട്ടോ കിട്ടണം ഇവർക്ക്. എന്നിട്ട് ഇവരെന്താ അറിയോ? തൊപ്പിയൊക്കെ നല്ലൊരു വെളുത്ത ഒരാള് ചേളാരി പെൻഷൻ മേങ്ങിക്കണ ഫോട്ടോ. ആരെയറിയോ? മമ്പോർത്ത തങ്ങൾ പെൻഷൻ മേങ്ങിക്കണ ഫോട്ടോ ഇവര് വെച്ചിക്കുക. ഇവരെ കഥകളാ പറഞ്ഞേ, അങ്ങനത്തെ ആളുകളാ. അതേപോലെ നോക്കിയെങ്കിൽ ഈ മന്ത്രിസഭയില് ഒറ്റ ബുദ്ധിയുള്ളതുണ്ടോ? ഒക്കെ പൊട്ടന്മാരല്ലേ? ആ പിണറായി അടക്കം ബുദ്ധിമാന്തിയുള്ള ആളാ. അയാള് ഉപദേശകൻ എല്ലായിടത്തും ഉപദേശകനാണ്. ഏറ്റവും വലിയ തല്ലിപ്പൊളി ആ ജയരാജനാണ് എന്ത് രാഷ്ട്രീയ ഉപദേശകനായിട്ട് പ്രഖ്യാപിച്ചേ. ആരറിയോ? ജഡ്ജിനെ സുംബെന്ന് വിളിച്ച ജയരാജൻ, അയാളാണ് രാഷ്ട്രീയ ഉപദേശകൻ. അങ്ങനെ നോക്കി എല്ലാവരും ഇപ്പം KT ജലീൽ മൊയന്താന്ന് മനസ്സിലായത് മന്ത്രി ആൻഡേഴ്സാണ്. കാരണം മൊയന്തളെ നോക്കി മന്ത്രിസഭയ്ക്ക് ഇങ്ങനെ എടുത്തിക്കുക, സെലക്ഷൻ ചെയ്തിരിക്കുക. ഇപ്പൊ നോക്കിയപ്പോ സഖാക്കൾ പരിശോധിച്ച മലപ്പുറം ജില്ലയിൽ മുഴുവൻ KT ജലീലിന്റെ ഫോട്ടോ. KT ജലീൽ ആരടാ? ഇവിടെ ഡിവൈഎഫ്ഐക്കാരുണ്ടല്ലോ. KT ജലീൽ മാർക്സിസ്റ്റ് പാർട്ടിന്റെ ബോർഡ് വെക്കാൻ പറ്റിയ ആളാ. എടാ KT ജലീലിന്റെ മെമ്പർഷിപ്പ് കൊടുക്കണോ? CPIMന്റെ മെമ്പർഷിപ്പ് എടുക്കണോ? KT ജലീൽ 10 കൊല്ലം നിങ്ങൾ CPIMന്റെ MLA ആക്കി കൊണ്ടിരിക്കണില്ലേ? എന്താ KT ജലീൽ CPIMന്റെ മെമ്പർഷിപ്പ് എടുക്കാത്തേ? KT ജലീലിന് അറിയാ ആ നശിച്ച പാർട്ടിന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റൂല. അതാണ് KT ജലീൽ എടുക്കാത്തേ. പിന്നെ KT ജലീലിന്റെ പിണറായി കൊണ്ടിരിക്കണം എന്താ അറിയോ? ഈ VS അച്യുതാനന്ദനെ തെറി പറഞ്ഞ് പ്രസംഗിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും എഴുതി കൊടുക്കുന്നത് പിണറായി വിജയൻ പൊട്ടന് KT ജലീലാ. ഇപ്പോഴല്ല നമുക്ക് പിണറായി വിജയന് വിവരമില്ലാന്ന് മനസ്സിലായത്. ആ പിണറായി എന്നാണ് പറഞ്ഞിട്ടില്ലെങ്കിൽ സുബൈ ബാങ്ക് രാവിലെ 7 മണിക്കൊക്കെ ആക്കി പരിശോധിച്ചൂടെ? ചോദിച്ചാ ഇവർക്കത്ത് സുബൈ ബാങ്ക് ഇവർക്ക് കുറെ പ്രത്യേകത ഉണ്ട്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിയമസഭാ ഇലക്ഷന്റെ സമയത്ത് ഇവര് മുസ്ലിം കൺവെൻഷൻ വിളിച്ചിനി. എവിടെ അറിയോ? കണ്ണൂര്. ഇവര് അങ്ങനെ ഇലക്ഷൻ വരാൻ നേരത്ത് മുസ്ലിങ്ങളെ സംഘടിപ്പിക്കാം മുസ്ലിം കൺവെൻഷൻ, ക്രിസ്ത്യാനികൾ ഉള്ളവർക്കൊക്കെ വേറെ ക്രിസ്ത്യൻ കൺവെൻഷൻ ഒക്കെ വിളിച്ചു. കണ്ണൂര് മുസ്ലിം കൺവെൻഷൻ വിളിച്ചിട്ട് പിണറായി പ്രത്യേക ഓർഡറാ ആർക്ക്? കണ്ണൂരിലെ സഖാക്കൾക്ക്. P ജയരാജനോട് പറഞ്ഞു മുസ്ലിങ്ങളെ കൺവെൻഷനാ വിളിച്ചത്, ഓർക്ക് നല്ല പോത്തർച്ചും ബിരിയാണിയും ഒക്കെ കരുതിക്കൊണ്ടിരിക്കുക. കണ്ണൂരിലെ സഖാക്കളല്ലേ പറഞ്ഞ അതേമാതിരി അതൊക്കെ കരുതി. പിന്നെ എന്ത് പറഞ്ഞറിയോ? നിസ്കരിച്ചാലുള്ള പായും ഒന്നുണ്ടാക്കാനുള്ള വള്ളും കരുതിക്കൊണ്ടിരിക്കുക. ആ പാവങ്ങൾ അത് അതേമാതിരി കരുതി. ഓരോ നേരം ബാങ്ക് കൊടുക്കുമ്പോൾ ഈ പാവപ്പെട്ട സഖാക്കൊക്കെ എന്താ അറിയില്ല അറിയോ? നിസ്കാര പടിഞ്ഞാട്ട് മാത്രമേ ഉള്ളൂ എന്നറിയില്ല. കുറെ മുസല്ല ഇങ്ങോട്ടിട്ട്, കുറെ മുസല്ല ഇങ്ങോട്ടൊക്കെ ഇട്ടിച്ചിക്ക. എന്നിട്ട് ഒന്നുണ്ടാക്കിയാണ്ട് പടിഞ്ഞാട്ട് നിസ്കരിച്ചേ മുസൽമാന്റെ ബാക്കിൽ പോയിട്ട് റെഡ് വളണ്ടർമാർ പോയി കൊട്ടുക. എന്നാ സഖാവേ കുറച്ച് ഇങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചാ കുറച്ചും കൂടി ആക്കി ബാക്കിൽ നിൽക്കല്ലോ. ഇവർക്കത്ത് നിസ്കാരം അവിടെ ഓരോ നേരം ബാങ്ക് കൊടുക്കുമ്പോ റെഡ് വളണ്ടർമാരെ വക അനൗൺസ്മെന്റാ. എത്താറിയോ?
ഓന്നുണ്ടാക്കിയോലൊക്കെ ഔലുക്ക് പോകുക, ഔലുണ്ടാക്കിയോലൊക്കെ ഓന്നുക്ക് പോകുക. ഇതെങ്ങനെ അനൗൺസ്മെന്റാ? ഈ ബൽക്കത്ത് നിസ്കാരം ഈ ജാതി തട്ടിപ്പാർത്തുന്ന ആൾക്കാരാ.